السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ ശ്രോതാക്കളെ, ഈ കഴിഞ്ഞ ഒക്ടോബർ 7 നമ്മുടെ പത്രമാധ്യമങ്ങളുടെ തലവാചകങ്ങളും ആമുഖ പേജുകളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതിഭീകരമായ പശ്ചിമേഷ്യയിലെ, പ്രത്യേകിച്ച് ഫിലസ്തീനിലെ വംശഹത്യയിൽ വിലപിക്കുന്ന ചിത്രങ്ങളായിരുന്നു അതിലൊക്കെയും. പത്രമാധ്യമങ്ങൾ പശ്ചിമേഷ്യയിലെ വംശഹത്യയെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ കാഴ്ചകൾക്ക് മുന്നിൽ വാർത്തകളിൽ നിന്ന് അപ്രസക്തമാകുന്ന പശ്ചിമേഷ്യ എന്ന വിഷയം എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്നത് ചിന്തിക്കുന്നവരാകും നമ്മളിൽ പലരും. എന്നാൽ നമ്മുടെ മുന്നിലെത്തുന്ന ഈ വാർത്തകൾക്കപ്പുറം ഇത്രയും വലിയൊരു വംശഹത്യയെ ആഗോള ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഏത് മുഖ്യധാര മാധ്യമങ്ങളാണ് ശ്രമിക്കുന്നത്? മലയാളത്തിൽ തന്നെ ഈ കൂട്ടക്കുരുതിക്ക് ഒരാണ്ട് തികയുന്ന ദിവസം പല മാധ്യമങ്ങളും കേവലം സാധാരണ വാർത്തയായി ചുരുക്കിയ ചിത്രങ്ങളും അല്ലെങ്കിൽ തീരെ കൊടുക്കാതെ പോയ സങ്കടങ്ങളുമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇവിടെയാണ് ആ പ്രസക്തമാകുന്നത്. എത്ര വലിയൊരു അധിനിവേശ ഭീകര പ്രവർത്തനത്തെയാണ് ലോകമാധ്യമങ്ങൾ ഇത്ര ലാഘവത്തോടെ ചിത്രീകരിക്കുന്നത് എന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മെഡിറ്ററേനിയൻ കടൽ തീരത്തെ സുന്ദരമായ നാടായിരുന്നു ഫലസ്തീൻ. നീണ്ട ഒരുപാട് വർഷങ്ങളായി തുടർന്നു വരുന്ന ആക്രമണങ്ങളുടെ മൂർധന്യതയിലെത്തിയ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 326 ചതുരശ്ര കിലോമീറ്ററിൽ 23 ലക്ഷം മനുഷ്യർ താമസിക്കുന്ന ഒരു നാട് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ സ്ഥലം. എന്നാൽ ആ ഒരു വർഷത്തിന് ശേഷം ധാരാളം കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമുള്ള ഒരു പ്രേത നഗരമായി അത് പരിണമിച്ചു. 41,900 മനുഷ്യർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ 17,000 കുട്ടികളാണ്. ഇത് കേവലം ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്. 85,000 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേൽ ആ ഒരു വർഷത്തിനിടെ ഫലസ്തീനിൽ വിനിയോഗിച്ചിട്ടുള്ളത്. അതായത് ഹിരോഷിമയിലേതിനേക്കാൾ 6 ഇരട്ടി. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയുടെ വ്യാപ്തി മനസ്സിലാക്കി തരാനാണ്. എന്നാൽ ഉക്രൈൻ അന്തരീക്ഷങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജുകൾ കൈയടക്കിയതിന്റെ എത്ര ശതമാനം ഫലസ്തീനിന് ലഭിച്ചിട്ടുണ്ടാകും? ARD വേൾഡും അൽ ജസീറയുമല്ലാതെ പക്ഷപാതരഹിതമായി ഫലസ്തീൻ വാർത്തകളെ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര മാധ്യമ സ്ഥാപനങ്ങളെ നമുക്ക് എണ്ണാൻ സാധിക്കും? ദ ഇന്റർസെപ്റ്ററിന് ചോർന്ന് കിട്ടിയ ന്യൂയോർക്ക് ടൈംസിന്റെ മെമ്മോയിൽ ഗാസയുമായി അല്ലെങ്കിൽ ഫിലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫിലസ്തീൻ എന്ന വാക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. 2023 ഒക്ടോബർ 7 മുതൽ നവംബർ 24 വരെ ഇസ്രായേൽ ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങളെ കൂട്ടക്കുരുതി എന്ന് ന്യൂയോർക്ക് ടൈം വിശേഷിപ്പിച്ചത് 53 തവണയാണ്. അതേസമയം ഫിലസ്തീൻ ജനതയെ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തപ്പോൾ കൂട്ടക്കുരുതി എന്നവർ വിശേഷിപ്പിച്ചത് ഒറ്റത്തവണ മാത്രമാണ്. വർഷങ്ങളായി ഇസ്രായേൽ നടത്തുന്ന ക്രൂരതകളിൽ നിന്ന് ദുരിതമനുഭവിക്കുന്നവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളെ അഭയാർത്ഥി ക്യാമ്പുകളെന്ന് വിശേഷിപ്പിക്കരുത്, വംശഹത്യയെന്ന് റിപ്പോർട്ട് ചെയ്യരുത്, അധിനിവേശ ഭൂമി എന്ന വാക്ക് ഉപയോഗിക്കരുത് തുടങ്ങിയവയാണ് മെമ്മോയിലെ മറ്റു നിർദ്ദേശങ്ങൾ. അതുകൂടാതെ അൽ അഹ്ലി ആശുപത്രിക്ക് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായ സമയത്ത് അതിന് ഉത്തരവാദി ഇസ്രായേൽ അല്ലെന്നും ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടനയുടെ ലക്ഷ്യം തെറ്റി വന്ന റോക്കറ്റ് മൂലമാണ് ആ സംഭവം ഉണ്ടായത് എന്നുമുള്ള പച്ച നുണ ഇസ്രായേലും പാശ്ചാത്യ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അവഗണിക്കുന്നതിനേക്കാൾ ഭയാനകമാണ് ഡിസ്ഇൻഫർമേഷന്റെ കാര്യം. ഗസയിൽ നടക്കുന്ന ആസൂത്രിത കൊലപാതകങ്ങളെ പക്ഷപാതപരമായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാധ്യമങ്ങളിലും ഓൺലൈനിലുമായി പ്രസിദ്ധീകരിക്കുന്ന അധിനിവേശത്തിൽ ഏകദേശത്തെയും ഹമാസ് ഇസ്രായേൽ യുദ്ധം എന്നാണ് ചിത്രീകരിക്കുന്നത്. ഫലസ്തീൻ എന്ന് പരാമർശിക്കുന്നത് തന്നെ വളരെ വിരളമാണ്. ഇതിനോട് നിങ്ങൾ പറഞ്ഞു വെച്ച ന്യൂയോർക്ക് മെമ്മയുടെ കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം 2 മാസം മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന പ്രതിനിധിയായ തോമസ് ഫ്രാൻസിസ് ആൽബനീസ് പറഞ്ഞു വെച്ച ട്വീറ്റ് വ്യക്തമാണ്. അത് വായിക്കൽ അനിവാര്യമാണ്. ഗസയിൽ അവിടെയും ഫലസ്തീൻ എന്ന് പരാമർശിക്കുന്നത് ഒഴിവാക്കിയത് നാം ശ്രദ്ധിക്കണം.
ഗസയിൽ നടക്കുന്ന വംശഹത്യ വളരെ ഭയാനകമാണ്. അവിടെ ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള വാർത്തകളൊന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനൊക്കെ മൗനം പാലിക്കുന്നു. അവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിനർത്ഥം അവിടെ അധിനിവേശങ്ങൾ നടക്കുന്നില്ല എന്നല്ല. അയാൾ പറഞ്ഞു നിർത്തുന്നു. പ്രസ് യൂണിഫോം അണിഞ്ഞ മാധ്യമപ്രവർത്തകരെ കൊല്ലരുത് എന്ന് UN നിയമം ഉണ്ടായിരിക്കെ 174ഓളം മാധ്യമപ്രവർത്തകരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതും മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് കൊന്നു എന്നത് ഇക്കാര്യത്തിൻ്റെ അവരുടെ അധിനിവേശത്തിൻ്റെ ഭീകരതയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ഫലസ്തീനിൽ നടക്കുന്ന അധിനിവേശ ഭീകരതയെ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ പരാജയപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രസക്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും മുഖ്യധാരാ മാധ്യമങ്ങൾ പിന്നിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7 പുലർച്ചെ ഹമാസ് പ്രതികരിച്ച സമയത്ത് ദേശീയ മാധ്യമങ്ങളൊക്കെ നിശ്ചലമായിരുന്നു. പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിൽ മരണക്കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ദേശീയ മാധ്യമങ്ങൾ ഉണർന്നു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം തന്നെ 5 മണിക്കൂറോളം വൈകിയത് ഇക്കാരണത്താലാണ്. ഔദ്യോഗിക സംവിധാനങ്ങളും ചാനലുകളും ഒക്കെ പിന്നിൽ നിന്നപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായിരുന്നു. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ, സെൻസർഷിപ്പുകളില്ലാതെ മനുഷ്യൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രവഹിച്ചിരുന്നു. പിന്നീട് അധിനിവേശ മേഖല ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാവുകയും സിവിലിയൻസ് ഇൻ്റർനെറ്റ് നിയന്ത്രണം വെക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് വാർത്തകളുടെ കുത്തൊഴുക്ക് നിലയ്ക്കുന്നത്. അതെ, ഇസ്രായേലിന് പ്രതികൂലമായി വരുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതും ഹൈഡ് ചെയ്യുന്നതും നിത്യമാണ്. ടിക്ടോക്കിൽ വംശഹത്യ എന്ന വാക്കുപയോഗിച്ചതിന് നിയന്ത്രണം നേരിട്ടതായി ബെൽജിയത്തിലെ ആക്ടിവിസ്റ്റും സംവിധായകനുമായ തോമസ് മാൻഡനൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. സമാനമായ അനുഭവം ഫാത്തിമ ബൂട്ടോ, പാകിസ്ഥാൻ എഴുത്തുകാരിയായ ഫാത്തിമ ബൂട്ടോയും പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ലോസ് ആഞ്ചലസിലും സാൻ ഫ്രാൻസിസ്കോയിലും നടന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സമരങ്ങളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ അതും ആരും കാണാത്ത വിധം ഹൈഡ് ചെയ്യപ്പെട്ടു. 238 ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകളാണ്, വീഡിയോകളാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രമായി സെൻസർ ചെയ്യപ്പെട്ടതായി ഫലസ്തീനിലെ ഡിജിറ്റൽ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അറബ് സെന്റർ ഫോർ സോഷ്യൽ മീഡിയ അഡ്വാൻസ്മെന്റ് പ്രവർത്തകനായ അബ്ദുൽ ഖാദർ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഹമാസ് ഇസ്രായേൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ തെറ്റായ വിവരങ്ങൾ തടയുക എന്ന ലക്ഷ്യമാണ് പ്ലാറ്റ്ഫോം അധികൃതർ അതിനുള്ള ന്യായമായി പറഞ്ഞു വെക്കുന്നത്. അത് തീർത്തും മുടന്തൻ ന്യായമാണെന്ന് വ്യക്തമാണ്. ഫിലിസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇസ്രായേൽ ഗാസയെ ഒരു തുറന്ന ജയിലാക്കി. എന്നാൽ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഈ വസ്തുതയെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിഞ്ഞു. ത്രിദിന അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച വാക്കുകൾ ഈ സാഹചര്യത്തിൽ പ്രസക്തമാവുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തീവ്രമായ വേളകളിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ അതിനേക്കാൾ തീവ്രമായി ഇസ്രായേൽ ഫിലിസ്തീൻ്റെ മേൽ നടത്തുന്ന, ഇന്ന് ലബനാനിലേക്ക് വ്യാപിച്ച പശ്ചിമേഷ്യയിലെ കൂട്ടക്കുരുതി മുഖ്യധാര മാധ്യമങ്ങൾ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടതായി നടിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: വാർത്തകൾ അപ്രസക്തമാകുന്നതല്ല, മറിച്ച് ലോക പോലീസ് നടിക്കുന്നവർ ലോക മാധ്യമങ്ങളായി വാർത്തകളെ അപ്രസക്തമാക്കുന്നതാണ്. അമേരിക്ക പിന്തുണയ്ക്കുന്നവർ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സാണിസ് തലച്ചോറുകൾ അവരെ മാന്യന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, വ്യക്തിഗതമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വ്യാപിച്ച ഈ കാലഘട്ടത്തിൽ അതിനെയും അവർക്ക് നിയന്ത്രിക്കാനാകുന്നു എന്നത് തീർത്തും ഖേദകരമാണ്. അതുകൊണ്ട് യുദ്ധങ്ങളെ ഭീകരമായി കാണുന്ന, പ്രതികളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന മാധ്യമ സംസ്കാരം ആഗോളതലത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.